വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തം. ആക്രമണത്തിന് നേതൃത്വം നൽകിയ 15 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. സിദ്ധാർത്ഥ് ആൾക്കൂട്ട ആക്രമണത്തിനിരയായ കോളേജ് ഹോസ്റ്റലിൽ രതീഷ് തുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥ അക്രമത്തിനിരയായി മരിച്ചതെന്ന് പറയപ്പെടുന്ന ഹോസ്റ്റൽ മുറിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഹോസ്റ്റൽ പരിസരത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണാം. ഈ 21 നമ്പർ മുറിക്കകത്ത് വെച്ചാണ് സിദ്ധാർത്ഥ് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായിക്കൊണ്ട് ആക്രമിക്കപ്പെട്ടത്. ഈ മുറിക്കകത്ത് വെച്ചാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് അതായത് ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തത്. ഈ ഹോസ്റ്റൽ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ അതെല്ലാം തന്നെ വ്യക്തമാണ്. ഇവിടെ വെച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ മണിക്കൂറുകളോളം തന്നെ മർദ്ദിക്കുകയും അതിനുശേഷം ഈ ആൾക്കൂട്ട അതായത് നടുമുറ്റത്തേക്ക് ഇതാണ് ഇടിമുറി എന്ന് പറയുന്ന റൂം. ഇതിനുശേഷം പിന്നീട് പരസ്യ വിചാരണയ്ക്ക് ഈ നടുമുറ്റത്തേക്ക് സിദ്ധാർത്ഥിനെ എത്തിച്ചു. ഇതിനുശേഷം തന്നെയാണ് ഈ കാണുന്ന വിദ്യാർത്ഥികൾ എല്ലാ റൂമിൽ നിന്ന് വിദ്യാർത്ഥികൾ കാണുകെ 130ഓളം വിദ്യാർത്ഥികൾ കാണുകെ സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണ ചെയ്തുകൊണ്ട് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയത്. ഈ മർദ്ദനത്തെ തുടർന്നുണ്ടായ മനോവിഷമം തന്നെയാണ് സിദ്ധാർത്ഥ് തൂങ്ങി മരിക്കാനും കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ ശുചിമുറി ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ റൂം. ഇവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങൾ തന്നെ. ഈ നടുമുറ്റത്ത് എന്ന് വെച്ചാൽ പരസ്യമായ രീതിയിൽ തന്നെ യാതൊരുവിധ CCTV പോലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഏർപ്പെടുത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെ ഈ നടുമുറ്റത്ത് വെച്ചിട്ടാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള പരസ്യ വിചാരണ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് ആരോപണം ഉയരുന്നത്. ഏതായാലും നമുക്ക് കാണാം, ഇവിടെ വെച്ചിട്ട് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് 130ഓളം വരുന്ന സഹപാഠികളുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുകയും ആ മർദ്ദനത്തെ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്നാണ് പിന്നീട് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമുണ്ടായത്. ഏതായാലും ഇപ്പൊ നേരത്തെ ഇവിടെ എല്ലാം പരിശോധിച്ച് നമുക്ക് ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇടിക്കൂട് എന്ന് പറയുന്ന പൂക്കോട് വെറ്ററിനറി കോളേജിലെ ക്യാമ്പസിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതായാലും നമ്മളെല്ലാം കണ്ടു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങളും. ഏതായാലും ഇടിക്കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പരസ്യമായി തന്നെ, അതായത് മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചുകൊണ്ട് നിരന്തരമായി മർദ്ദിച്ച് അവശനാക്കി അതിനുശേഷം അതിന്റെ മനോവിഷമം താങ്ങാതെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യാനുണ്ടായി എന്നാണ് പോലീസ് പറയുമ്പോഴും സംശയങ്ങളും ഇനിയും ബാക്കിയാണ്. ഏതായാലും അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കേണ്ടതുണ്ട്. കുറ്റവാളികളെ പിടികൂടേണ്ടതുണ്ട്. പ്രതിഷേധങ്ങൾ അതിശക്തമായി തുടരുന്നു. എന്തായാലും ഇപ്പോൾ 14ഓളം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രതിപട്ടിക നീളുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും വെറ്ററിനറി പൂക്കോട് ക്യാമ്പസിനുള്ളിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.